പറഞ്ഞു വന്നത് KCB ഇപ്പൊ ഈ രീതിയിൽ നമ്മൾ KCBനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന അത് നമുക്ക് നമ്മളെ സോളാർ തന്നെ എടുത്തിട്ട് ബാക്കി ഒരു KCBക്ക് കൊടുക്കാനുള്ള സിസ്റ്റമാണ്. അപ്പൊ ഇവർ 12 രൂപയ്ക്ക് എടുക്കുന്ന കറണ്ട് നമ്മൾ വാങ്ങുന്നില്ലല്ലോ. പക്ഷേ ഈ വൈദ്യുതിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റാണ്. ബാറ്ററിയിൽ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. KCBക്ക് നമ്മൾ എടുക്കുന്ന കറണ്ട് ആ സമയത്ത് ഉപയോഗിച്ചാൽ അതപ്പോൾ കഴിഞ്ഞു. അതൊരിക്കലും KCB സ്റ്റോർ ചെയ്തിട്ടല്ല നമുക്ക് തരുന്നത്. ആ സമയത്തുള്ള ഉപയോഗം മാത്രമേ നടക്കുന്നുള്ളൂ. ആ സമയത്ത് KCBക്കുള്ള ഉൽപ്പാദന ചെലവ് കുറവാണ്, പുറത്തുനിന്ന് കിട്ടുന്ന കറണ്ടിന്റെ പ്രൈസും കുറവാണ്, എല്ലാം കുറവാണ്. ആ സമയത്ത് ഇത്ര കുറഞ്ഞ പൈസയുടെ കറണ്ട് വാങ്ങുമ്പോൾ ഈ പീക്ക് ടൈമിലാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങേണ്ടത്. 12 രൂപ അതിന്റെ പ്രസംഗ നഷ്ടം മറ്റുള്ളതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 13-13.50 വരെ വരുന്ന കറണ്ടാണ് KCB നമുക്ക് തരുന്നത് ആ സമയത്ത്. അപ്പൊ KCBയെ സംബന്ധിച്ച് നഷ്ടമാണ്. KCBയെ സംബന്ധിച്ചല്ല യഥാർത്ഥത്തിൽ നഷ്ടം സോളാർ വെക്കാത്ത മറ്റുള്ള ആളുകൾക്കാണ്. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് സോളാർ വെച്ച് 64 സോളാറിന്റെ വേറെ ഏതെങ്കിലും കച്ചറ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് നമുക്ക് ആദ്യം പറഞ്ഞു നമ്മൾ 61 സോളാർ വെച്ചുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്. പകരത്തെ നമ്മൾ വോൾട്ടേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ ഓൺഗ്രിഡ് വെച്ച ഒരാളെ നമ്മള് ഈ പറഞ്ഞതിന് ശേഷം അതെ ആദ്യം പറഞ്ഞു സോളാർ നമ്മൾ 61 വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഗുണം ഞാൻ ആദ്യം പറഞ്ഞു. ഇനി നമ്മൾ 61 സോളാർ വെച്ച് കഴിഞ്ഞ് അയാൾ പീക്ക് ടൈമില് അയാൾ ഈ വൈദ്യുതി തൂർത്തടിക്കുകയാണെങ്കിൽ, അതായത് സോളാർ വെച്ച ഒരാളുകളുടെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഈ 3 രൂപ 15 പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തുനിൽക്കും. അവർ യഥേഷ്ടം ചെലവാക്കും. നമുക്ക് ചില വീടുകളെ കണ്ടാൽ അവരെ പോസ്റ്റിലും മറ്റതും മുറ്റത്തും മൊത്തം വളവും ലേറ്റിട്ടിട്ട് ആകെ മിന്നി തിളങ്ങുന്നതാണ് ആ സമയത്ത്. അതെന്താണെന്ന് വെച്ചാൽ പകലങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ആ 3 രൂപ 15 പൈസ വേണ്ട, ഞാനത് ഉപയോഗിച്ച് തീർത്തോളാം. നമ്മളൊരു ദൂർത്തെന്ന് പറയാം. അല്ല എന്ന് വെച്ചാൽ നമ്മൾ ദൂർത്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണേ നമ്മൾ ഉപയോഗിച്ച് തീർക്കാന്ന് പറയാം. പക്ഷെ ഇങ്ങനെ സോളാർ വെച്ച ആളുകൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് പീക്ക് ടൈമില് 12 രൂപ അല്ലെങ്കിൽ 13 രൂപ ചെലവുള്ള കറണ്ടാണ് ഉപയോഗിച്ച് തീർക്കുന്നത്. ഇതിന്റെ ക്യാഷ് ആരാ കൊടുക്കുന്നത്? KCBക്കല്ല നഷ്ടം, സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം വെക്കാത്ത മറ്റുള്ള ആ സമയത്ത് വാങ്ങുന്ന കറണ്ട് KCB എത്ര കോടിക്ക് കറണ്ടാണ് എടുക്കുന്നത് അത് ഈക്വൽ ആയിട്ട് എല്ലാ ബില്ലിലും ഡിവൈഡ് ചെയ്തിട്ടാണ് വരിക. നമ്മൾ KCB ബില്ലെടുത്ത് നോക്കിയാൽ നമുക്കാണ് ഒരുപാട് ബില്ലിൽ സർചാർജ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും. നമ്മൾ KCBയുടെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ബില്ലെടുത്ത് നോക്കല്. പക്ഷെ ഇങ്ങനെ കുറച്ച് സംഗതികൾ അതിലുണ്ട്. ഈ സമയത്ത് KCB ഈ പൊന്നുമല കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയാണ്. അതിന്റെ ബില്ല് നമ്മൾ എല്ലാ ആളുകൾക്കും കൂടെ ഡിവൈഡ് ചെയ്യണം. അത് അതെ 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 അതിപ്പോ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് വരും, കുറവ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് വരും. എന്തായാലും ഈ സോളാർ വെച്ച ആളുകൾ ആ സമയത്ത് പരിധിക്കപ്പുറത്ത് ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിന് അങ്ങനെ ദോഷം വരുന്നുണ്ട്. ഞാൻ അത് നന്മ വരുത്തിയ കാര്യം അത് പറഞ്ഞേ, കാരണം അത് നന്മയും തിന്മയുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വന്നോട് കൂടിയിട്ട് തന്നെ ഈ KCBനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കും. അതായത് വൈകുന്നേര സമയങ്ങളിൽ സോളാർ വെച്ചവനാണെങ്കിലും സോളാർ വെക്കാത്തവനാണെങ്കിലും കൊടുത്ത് വാങ്ങി പിന്നെ കറണ്ട് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെയാണ് സോളാർ വെച്ച ആൾക്കാർ ബില്ല് വരുന്നില്ല, കാരണം അയാളത് ഫ്രീ ആയി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഉപയോഗിക്കാം. സംഭവങ്ങളൊക്കെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ബോധ്യം വരും. അതെ, അപ്പൊ ബോധ്യം വരുമ്പോൾ അതിനൊക്കെ തിരിച്ചതിന്റെ സംഭവങ്ങൾ KCBനെ കൊണ്ടുവരാനുള്ള സാധ്യത. നമ്മൾ പുതിയതായിട്ടുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കുമ്പോഴും അവരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ സോളാർ പിന്നെ വോൾട്ടേജ് പ്രശ്നം പരിഹരിക്കപ്പെട്ടതും ഇങ്ങനെ സോളാർ വന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു പരിധി വരെ അതുകൊണ്ടാണ്. അതെ, എല്ലാം നിങ്ങൾ പറഞ്ഞുകൂടാ, മറ്റുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ ഇത് നല്ല സഹായം വന്നിട്ടുണ്ട്. സിസ്റ്റം കൊണ്ടാണ് പൊതുവെ അത് പരിഹരിച്ചു വരുന്നത്. ഈ ഓൺഗ്രിഡ് സിസ്റ്റം നമ്മൾ എന്താ പറയുക ഇൻഡിവിജ്വൽ യൂണിറ്റ് പവർ സ്റ്റേഷനുകളിൽ നിന്നും കൂടി കിട്ടുന്നതായതുകൊണ്ട് ആ പ്രദേശത്ത് പ്രദേശത്തല്ലോ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. ഇപ്പോ KCBന്റെ പുതിയ തീരുമാനം പോയതൊക്കെ ഈ പീക്ക് ടൈമിലുള്ള വൈദ്യുതിയാണ് ലോകത്തിലെ എല്ലാ സ്ഥലത്തുള്ള ഈ സോളാർ സിസ്റ്റത്തിന്റെ ഒരു പരാധീനത, അല്ലെങ്കിൽ രാത്രിക്ക് എങ്ങനെയെന്നുള്ളത്. അത് പല രീതിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. അതിൽ കുറെ മുന്നേ ചെയ്തൊരു സിസ്റ്റമാണ് പമ്പ് സ്റ്റോറേജ്. അതായത് പകൽ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന എനർജിയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പമ്പ് ചെയ്തിട്ട് വെള്ളം ഉയർന്ന സ്ഥലത്തേക്ക് പമ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പീക്ക് ടൈമിൽ ഹൈഡ്രോ പ്രോസസ്സിലൂടെ കൊണ്ട് നമ്മൾ ടർബൈൻ കറക്കിയിട്ട് കറണ്ട് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാം. അങ്ങനെ സിസ്റ്റം ലോകം കുറെ മുന്നേ പരീക്ഷിച്ചതാണ്. പല സ്ഥലങ്ങളിലും അത് ഓൾറെഡി ഉണ്ട്, അങ്ങനെ സിസ്റ്റം ഉണ്ട്. ഇപ്പോ എത്ര ഉപയോഗിക്കാൻ നമ്മൾ പാലിൽ വെച്ച് കിട്ടുന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ സിസ്റ്റം ഓൾറെഡി പലയിടത്തുണ്ട്. ഇന്ത്യയിൽ 12 സ്ഥലങ്ങൾ അങ്ങനെ സ്റ്റോറേജ് പമ്പ് സ്റ്റോറേജ് സിസ്റ്റം വരുന്നു എന്നുള്ളത് പേപ്പറിൽ വായിച്ചു. അങ്ങനെ സിസ്റ്റം ഓൺഗ്രിഡ് വെച്ച അയാളുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ പകൽ മുഴുവൻ ഡയറക്റ്റ്ലി ഉപയോഗിച്ചിട്ട് വൈകുന്നേരം സമയം ഓട്ടോമാറ്റിക്കലി ഇൻവെർട്ടറിലേക്ക് മാറിക്കഴിഞ്ഞാൽ KCB കട്ടായി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും. ഓക്കെ, അതേ സമയം അയാൾ ഉപയോഗിച്ച് മൊത്തം അദ്ദേഹത്തിന് ലാഭമല്ലേ? ലാഭമാണ്. പിന്നീട് ഓൾറെഡി എന്തായിട്ടുണ്ടാവും, ചാർജ് ആയിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മൾ സാധാരണ ഇൻവെർട്ടറൊക്കെ നമ്മൾ പിന്നെ രാവിലെ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. രാവിലെ വരെ കിട്ടുന്ന നമ്മുടെ ഇതിന് ഉപയോഗത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത മെച്ചം അവിടെയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്.
ഇപ്പോ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഗുണം ദോഷം നമ്മൾ പറഞ്ഞു. ഓഫ് ഗ്രിഡിലാകുമ്പോൾ പല സമയത്ത് ഡയറക്റ്റ്ലി ആണ്. അതെ, പല സമയത്ത് ബാറ്ററി ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് ഉപയോഗിക്കണം. നേരെ മറിച്ച് അതിന് ശേഷം വൈകുന്നേരം ഉപയോഗിക്കാൻ നമ്മൾ ബാറ്ററി സ്റ്റോറേജ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ തണ്ടർടെക്കിന്റെ പ്രൊഡക്റ്റ് നോർമൽ ആയിട്ടുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലെ കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് ഇപ്പോൾ നോർമലായിട്ട് ആളുകൾക്ക് വെറുക്കാൻ ബാറ്ററിന്റെ പ്രശ്നം പറയാനൊക്കെ വന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. വെറുതെ ആളുകൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ എതിർത്തതല്ല. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് നിലവിലുള്ള സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പരിമിതികളും പരാധീനതകളും ഉണ്ടായി. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴാണ് നമുക്കത് അറിയേണ്ടത്. ഒന്ന്, വേണ്ട രീതിയിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഫുൾ സ്റ്റോർ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ നമ്മളത് ഉപയോഗം തുടങ്ങും. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാറ്ററി സ്റ്റോറേജ് ചെയ്ത് ചില സിസ്റ്റങ്ങൾ, ചിലതെല്ലാം ഒരു 11:30-12 മണിയാവും സ്റ്റോർ ആവാൻ. അതിനുശേഷമാണ് ഉപയോഗത്തിലേക്ക് വരിക. ഇങ്ങനെയൊക്കെ വന്നോട് കൂടിയിട്ട് അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടുന്നില്ല. പിന്നെ പല ആളുകളും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റം വെച്ച് ഇത്ര കിട്ടും അങ്ങനെ കിട്ടും എന്ന് പറയും, അത് വെക്കും, വെച്ചൊരു ഉപകാരം കസ്റ്റമർക്ക് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നോട് കൂടിയിട്ടാണ് ആളുകൾക്ക് ഓഫ് ഗ്രിഡ് സാധനം വെറുത്തത്. അങ്ങനെ സിസ്റ്റം ഓൺ ഗ്രിഡ് വന്നപ്പോഴാണ് കുറെ അതിന്റെയൊക്കെ ഗുണം കിട്ടിയത്, സോളാറിന്റെ ഗുണം ശരി കിട്ടിയത്. തണ്ടർടെക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ചാർജ് കൺട്രോളാണ്. അതായത് ലോകത്തില് സോളാർ എനർജി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ ആദ്യം ഉണ്ടായിരുന്ന സിസ്റ്റം PWM ആണ്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം. ഇപ്പോൾ അവൈലബിൾ ആണ്. ചെറിയ സിസ്റ്റങ്ങളൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. ചെറിയ സിസ്റ്റം PWM. അത് വെച്ചിട്ടാണ് ആദ്യം ഇത് ഉപയോഗിച്ചിരുന്നത്. അതിന് എഫിഷ്യൻസി സ്വാഭാവികമായിട്ട് കുറവാണ്. നമ്മളത്തെ പഴയ സിസ്റ്റങ്ങളൊക്കെ നന്നാക്കാൻ വരലുണ്ട്. നമ്മൾ അത്ര പ്രശ്നങ്ങളാണ് എന്നാലും കിട്ടും. അതിനുശേഷം കുറച്ചും കൂടെ നല്ല ഉഷാറായിട്ട് എഫിഷ്യൻസിയുള്ള മോഡൽ ഇറങ്ങിയതാണ് ഈ MPPT, മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ എന്നുള്ള MPPT കൂടുതൽ ഈ PWM കൂടുതലായിട്ട് നമുക്ക് എനർജി എടുക്കാൻ പറ്റും. ഈ രണ്ട് സിസ്റ്റമാണുള്ളത്. തണ്ടർടെക്ക് ഈ രണ്ട് സിസ്റ്റം വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. രണ്ട് സിസ്റ്റം അല്ല, നമ്മൾ നമ്മളേതായിട്ട് കണ്ടെത്തിയിട്ടുള്ള പുതിയ ഒരു ടെക്നോളജിയാണ്. പാനലല്ല, നോർമൽ ആയിട്ടുള്ള പാനൽ സിസ്റ്റമാണ്. നമ്മൾ ചാർജ് കൺട്രോളർ മാത്രമാണ് നമ്മുടെ പ്രത്യേകത. അതിൽ എഫിഷ്യൻസി കൂടുതലാണ് ശരിക്കും. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കുറച്ച് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഈ സോളാർ മേഖലയിലുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യം ചെയ്യും. പിന്നെ നമ്മൾ കള്ളനായിട്ട് അടുത്ത തട്ടിപ്പ് അങ്ങനെയാണ് അധികം കൂടുതൽ വരിക. അതാ പുതിയ തട്ടിപ്പ് ഇറങ്ങി ആടുതേക്ക് വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ. പിന്നെ അവരെ നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുകൊണ്ട് ഓക്കെ മാർക്കറ്റിൽ റിയാലിറ്റി കാണിച്ചു കൊടുക്കാം. ഇല്ലാത്തവരെ നേരത്തെ വെഞ്ചേക്ക് ക്ഷണിക്കും, നേരത്തിന് കാണിച്ചു തരാം കാണാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം നിവൃത്തില്ല. നമ്മൾ സിസ്റ്റം എന്ന് വെച്ചാൽ നിലവിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം നമുക്ക് വിടാം. നമുക്ക് ഓഫ് ഗ്രിഡ് അല്ലേ. ഓഫ് ഗ്രിഡ് സിസ്റ്റം നിലവിലുള്ള MPPT വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ സിസ്റ്റം വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും ഒരു കിലോവാട്ടിൽ 1000 വാട്ട്സ് പാനൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 യൂണിറ്റ് 2.5 യൂണിറ്റ് ആണ് മാക്സിമം റിയാലിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത്. 2 യൂണിറ്റ് അല്ലെങ്കിൽ 2.5 യൂണിറ്റ്, 3 യൂണിറ്റ് ഒക്കെ നമുക്ക് ഒരു പണിവാക്കിൽ പറയാം, പക്ഷെ കിട്ടുന്നവർ വളരെ കുറവാണ്. ഇല്ല, അതായത് 3 യൂണിറ്റ് അല്ലെങ്കിൽ 3 യൂണിറ്റ് അങ്ങനെ നമുക്ക് പറയാം, അതൊക്കെ കിട്ടും മാക്സിമം. തണ്ടർടെക്കിന്റെ ഈ സിസ്റ്റം വെച്ചിട്ട് അത് 6 യൂണിറ്റ് കിട്ടുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് 1 കിലോവാട്ട് പാനലുകൊണ്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ മാക്സിമം 4 യൂണിറ്റ് ആണ് കിട്ടുക. അതിന്റെ ചിലപ്പോൾ നമ്മൾ പറയാം 1 യൂണിറ്റ് ബാറ്ററി ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ 1.5 യൂണിറ്റ് കറണ്ട് വേണം, അപ്പോഴേ ബാറ്ററി ചാർജ് ആവുള്ളൂ. 1 യൂണിറ്റിന്റെ അതായത് ഒരു 100 H 1 യൂണിറ്റ് ആണ്. ആ 1 യൂണിറ്റ് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1.5 യൂണിറ്റ് കറണ്ട് നമ്മൾ എടുത്തെങ്കിൽ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് സോളാറിൽ വരുമ്പോൾ ഇതേ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ 2.5 യൂണിറ്റ് ആണ് 2 യൂണിറ്റ് ഇവിടെ കിട്ടുകയാണെങ്കിൽ എന്നുവെച്ചെങ്കിൽ അത് 4 യൂണിറ്റ് ഓൾറെഡി കിട്ടുന്നുണ്ട്. കൂടുതൽ കിട്ടുന്ന ഒരു ഗുണം കാരണം അതിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൊടുക്കാന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് തണ്ടർടെക്കിന്റെ ചാർജ് കൺട്രോളർ വെച്ച് ചെയ്യുമ്പോൾ ഇത് 6 യൂണിറ്റ് എന്നുള്ള അത്ഭുതമാണ്. അതായത് 2.5 യൂണിറ്റ് വേണ്ട 3 യൂണിറ്റ് കിട്ടുന്ന സ്ഥലത്ത് 1 കിലോവാട്ട് പാനൽ തന്നെ വെച്ചിട്ട് 6 യൂണിറ്റ് വൈദ്യുതി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേറെ കൂടുതൽ യൂണിറ്റ് നമ്മുടെ സിസ്റ്റം വെച്ചിട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് തണ്ടർടെക്കിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ പിന്നെ സസ്റ്റൈമായിട്ട് അതിന്റെ പ്രോസസ്സ് ലൈസൻസിനും പരിപാടിക്ക് കൊടുക്കാനുള്ള പേപ്പർ വർക്കിലാണ്. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും അനൗൺസ് ചെയ്തിട്ട് പുറത്തേക്ക് മാർക്കറ്റിംഗ് ഇറങ്ങുന്നത്. അതിന്റെ പുറമെ നമ്മൾ പിന്നെ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റുള്ള പദ്ധതികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു വിപ്ലവമാക്കാൻ കഴിയുന്ന വലിയ വിശ്വാസമാണ്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ സിസ്റ്റം ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ച ബാറ്ററിന്റെ മെയിൻ്റെനൻസിന് വിഷയം എന്നുള്ളത് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ യഥാർത്ഥ പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞു. ബാറ്ററി മെയിൻ്റെനൻസ് എന്നുള്ളതാണ്. ബാറ്ററി 5 കൊല്ലം കഴിഞ്ഞാൽ മാറ്റേണ്ടത് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ 12 വോൾട്ട് ആണെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. 24 വോൾട്ട് അധികം വീട്ടിൽ ഇപ്പോൾ 24 വോൾട്ടിന്റെ ഇൻവെർട്ടറാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെ 24 വോൾട്ടാണ് അധികം ഓർഡർ വരുന്നത്. 24 വോൾട്ടാണ് ഇപ്പോൾ 2 ബാറ്ററി നമുക്ക് വേണം. ഇനി അതെല്ലാം കുറച്ചും കൂടെ വേണമെന്ന് വെച്ചാൽ ഉപയോഗിക്കണമെങ്കിൽ 36 വോൾട്ട് 36 ഇല്ല, ശരാശരി 12-24 ആണ് ശരാശരി ഉപയോഗിക്കുന്നത്. ഈ 2 ബാറ്ററി നമുക്ക് വേണ്ടേ? അതേ ബാറ്ററി മതി ഇതിനും. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് നമ്മൾ അതിനായിട്ട് വേറെ ബാറ്ററി വേണ്ട. ഈ ബാറ്ററി